എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, നിനക്കങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ മലയാളത്തിൽ. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന് നോക്കട്ടോ. എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് ഐ കുഡ് ഡു സോ. അപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് ഐ കുഡ് സേ സോ. എനിക്ക് അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹൗ ഡു വി സേ ദിസ്? ഐ വിഷ് ഐ കുഡ് ടേക്ക് സച്ച് എ ഡിസിഷൻ. അപ്പൊ എന്റെ സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെങ്ങനെ പറയും? ഐ വിഷ് യു കുഡ് അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. നിനക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് യു കുഡ് കം ഹിയർ. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതെങ്ങനെയാണ് പറയാ? ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വി വിഷ്. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. യു കുഡ് കം വിത്ത് us. വി വിഷ് യു കുഡ് കം വിത്ത് us. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് പറയാ? എനിക്കൊരു പക്ഷിയെ പോലെ പറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സെന്റൻസിന് ഒരു ഭാഗം അവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. കമന്റ് ബോക്സ്